എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശശാങ്കുളരുടെ മക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ചെയ്യാൻ ഇപ്പോൾ ഞാൻ എന്താ തോന്നുന്നു വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് നേരമായിട്ട് കുറച്ച് സംഭവങ്ങൾ കാണുന്നുണ്ടല്ലോ, റീൽ കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് കേരള രാഷ്ട്രീയത്തിലെ ശക്തമായ രണ്ട് പാർട്ടികൾ, അതായത് ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട ശക്തികൾ, അവർക്ക് ഉള്ള അവരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയം ഏത് നിലയിലാണ്, അവരുടെ സമരാഭാസം ഏത് നിലയിലാണെന്നുള്ളതിന് ചെറിയ എക്സാമ്പിളാണ്. പട്ടി പൂച്ച എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കുന്നതാണ് കണ്ടത്. നീ എന്നെ പട്ടി എന്ന് പറഞ്ഞു, ഞാൻ നിന്നെ പൂച്ച എന്ന് പറഞ്ഞു, ഞാൻ നിന്നെ പൂച്ച എന്ന് പറയും, നീ എന്നെ പട്ടി എന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ഇറക്കലും അതിനെതിരിച്ചിട്ടുള്ള BGM ഇട്ടിട്ടുള്ള തള്ളലും. ഞാൻ ഒറ്റയാനാണ്, സിംഹമാണ്, ഞാൻ വഴി നടക്കും. ഇതെന്താ കാടോ? നിങ്ങൾ നാട്ടിലൂടെ തന്നെയാണ് നടക്കുന്നത്, നിങ്ങൾക്ക് വഴി നടക്കും, ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ആർക്കും വേണ്ടി വഴി നടക്കാം. ഒപ്പമുള്ളവൻ ആരെങ്കിലും തെറി പറഞ്ഞതിന് തിരിച്ച് അവരും തെറി പറയും. എന്നിട്ട് തെറി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇജ്ജാര ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകണേ? അങ്ങോട്ട് വന്നതെന്തിനാ? സമരം ചെയ്യാനല്ലേ? അപ്പൊ നിങ്ങൾ സമരം ചെയ്യും. ഒന്നില്ലാരും മറുപടി. ഈ പട്ടി പൂച്ച എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ മുന്നണിയിലെ ശക്തമായ രണ്ട് പാർട്ടികൾ തമ്മിൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ബോർഡർ കടന്ന ഒന്നിന്റെ ഉള്ളിൽ ഒന്നല്ലേ, ഒരേ കൽവല്ലേ വായി. എന്നിട്ട് നിങ്ങൾ തല്ലുവിടുക. നിങ്ങൾ എങ്ങനെ തല്ലുവിടുക? ഇങ്ങനെ തല്ലുവിടാൻ പാടില്ല. എന്നിട്ട് തല്ലുവിട്ടിട്ട് അത് ഇങ്ങോട്ട് BGM ഇട്ട് കളിക്കുക. ഇവിടെ ഇങ്ങനെ എങ്ങനെ അക്രമം. എന്നിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ, ബോർഡറിന്റെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ രണ്ടും ഒരേ മെത്തയിൽ തന്നെയാണ്. എന്നിട്ട് ഞാൻ അന്നെ പട്ടി പൂച്ചാന്ന് വിളിച്ചു പറഞ്ഞിട്ട് കല്ലും പിടിയും, എന്നിട്ട് അതിന്റെ BGM. എന്തായാലും ഈ പോരാട്ടങ്ങളിൽ എന്തായാലും ഉഷാറാവുന്നുണ്ട്. ഈ പോരാട്ടങ്ങളിൽ നാട്ടുകാർക്ക് ഇഷ്ടമാവുന്നുണ്ട്. എന്തായാലും ഒരു സ്ഥലത്ത് നമ്മൾ പീഡനാരോപണം, വേറൊരു സ്ഥലത്ത് നമ്മൾ ഈ പട്ടിയും പൂച്ചയും കളിയും, എന്നിട്ട് ഇതിന് വലിയ കവറേജും. ഒരു രക്ഷയില്ല. കലക്കുണ്ട്. എന്തായാലും ഒറ്റ തന്നെ. ഒന്നും പറയാനില്ല. കൂടെ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ തൊളയിലെ ശബ്ദരേഖ നന്നായിട്ട് കൊണ്ടുവന്നുണ്ടെങ്കിൽ മാത്രം കൂടെ കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ തിരിച്ച് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇടപെടേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എന്തായാലും ഈ പട്ടിപ്പൂച്ചക്കളി നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ പുതിയ ഒരു നിലവാരത്തിലേക്ക് ഇന്ത്യ മുന്നണിയിലെ ശക്തികളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്തായാലും കേരളത്തിലെ പ്രബുദ്ധർ സമ്പന്നരാണ് ഈ ഒരു കാര്യത്തിൽ. ഈ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ സമ്പന്നതയിൽ പട്ടിപ്പൂച്ചപ്പിടുത്തം, അല്ലെങ്കിൽ പട്ടിപ്പൂച്ചക്കളി, അല്ലെങ്കിൽ പട്ടിപ്പൂച്ച ത്രിവിളി ഇതൊക്കെ നടത്തിയിട്ട് BGM ഇടട്ടെ, എന്നിട്ട് സന്തുഷ്ടരാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.